കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയുടെ ഓസ്കർ ജേതാവ് എ ആർ റഹ്മാന്റെ ഒരു പരാമർശം വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ഒടുവിൽ അദ്ദേഹത്തിന് ക്ഷമാപണം നടത്തേണ്ടിയും വന്നിരിക്കുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ഇപ്പോഴും തകൃതിയാണ്. എന്താണ് തുടക്കം? BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഹ്മാനിൽ നിന്ന് വിവാദത്തിന് കാരണമായ ഒരു പരാമർശമുണ്ടായത്. താൻ ജോലിക്കായി തിരഞ്ഞു നടക്കാറില്ല, തന്നിലേക്ക് വരുന്നത് ചെയ്യാനാണ് ശ്രമിക്കാറ്. ക്രിയേറ്റീവ് അല്ലാത്ത ആളുകൾ അധികാരത്തിൽ വന്നു, അവരുടെ തീരുമാനങ്ങൾക്ക് വർഗീയ ചായ്വുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് റഹ്മാൻ പറഞ്ഞത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപിടിച്ച ചർച്ചയായി. 2014 മുതൽ ഇങ്ങോട്ട് റഹ്മാൻ ചെയ്ത ഹിന്ദി ചിത്രങ്ങളുടെ സംഗീതത്തിന്റെ നിലവാരം വരെ ആളുകൾ വിലയിരുത്തി. മോശമല്ലാത്ത എണ്ണം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകൾ വരുമ്പോൾ അവസരങ്ങൾ കുറയുന്നത് സ്വാഭാവികമാണെന്നും റഹ്മാൻ അനാവശ്യമായി വർഗീയ വികാരം കത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണമുണ്ടായി. മറ്റു വിശ്വാസങ്ങളോട് റഹ്മാൻ അത്ര സഹിഷ്ണുത പുലർത്തിയിരുന്നില്ല എന്ന ആരോപണം ചില പാട്ടുകാർ തന്നെ ഉന്നയിച്ചു. ഒടുവിൽ റഹ്മാൻ തിരുത്തുകയാണ്. ഇന്ത്യ എൻ്റെ ഗുരുവും ഗ്രഹവും, ആരെയും വേദനിപ്പിക്കാമെന്ന് കരുതിയിട്ടില്ല. റഹ്മാൻ പറയും, Music has always been my way of connecting, celebrating and honoring our culture. India is my inspiration, my teacher and my home. I understand that intentions can sometimes be misunderstood. But my purpose has always been to uplift, honor and serve through music. I have never wished to cause pain, and I hope my sincerity is felt. I feel blessed to be Indian, which enables to create a space which always allows freedom of expression and celebrates multicultural voices. From nurturing Jala, presented at the Wave Summit in front of the Honorable Prime Minister and Ruhinur, to collaborating with the young Naga musicians to create a string orchestra, to mentoring the Sunshine Orchestra, also building Secret Mountain, India's first multicultural virtual band, and the honor of scoring Ramayana alongside Hans Zimmer. Each journey has strengthened my purpose. I remain grateful to this nation and committed to music that honors the past, celebrates the present, and inspires the future. എ ആർ റഹ്മാൻ എന്നതൊരു വികാരമാണ്. അദ്ദേഹത്തിന്റെ സംഗീതത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒരു മതത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നും ചട്ടക്കൂടിൽ നിന്നല്ല. അത്രയേറെ അഭിമാനത്തോടെ ആദരവോടെ നമ്മൾ കാണുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിൽ നിന്ന് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന വാക്കുകൾ വരാമോ എന്നത് ഒരു ചോദ്യം ചോദിക്കുന്നു. അതേസമയം നമ്മുടെ സംഗീത അഭിരുചികളെ ഇത്രയേറെ സ്വാധീനിച്ച, ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ആ മഹാപ്രതിഭയെ ഒരു വാക്കിന്റെ പേരിലോ അദ്ദേഹം ഉന്നയിച്ച ഒരു സംശയത്തിന്റെ പേരിലോ അധിക്ഷേപിക്കാൻ ഇറങ്ങുന്നതും കൊടിയ തെറ്റ് തന്നെ. വിമർശിക്കാം, പക്ഷെ അത് അവഹേളനമാകരുത്. അധിക്ഷേപിക്കാനും പരിഹസിക്കാനുമല്ല, പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.